I began my travels in 1999. I ended it in 2017. Traveling by train or plane or going to one place to another, that's different. But by road, see more of India. Exactly. You see more of it. So how you travel, sir, actually? No, by road. I used to travel by road. Like on a bike or something? No, yeah, bikes, pickups, trucks. Like a hitchhiking, like a nomad. Trucks. I done that. You know, they have that small space over the driver's thing. Yeah. There's a cart there. I mean, it's royal here. That nowadays I call that as a camper van. That is the highest luxury way of traveling. I do that sometimes. So how many of you are there? Only alone? Yeah, alone. സോ എൻ്റെ ട്രിപ്പിൽ ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വോയിസ് കാര്യങ്ങൾ ക്ലിയർ ആണോ എന്ന് അറിയില്ല. ഞാനിങ്ങനെ ഒരു അടിപൊളി ഒരു വ്യൂ കാര്യങ്ങളെല്ലാം കണ്ടു. എൻ്റെ ബൈക്ക് എടുത്തിട്ട് വരാൻ പറ്റുന്ന സ്പോട്ടാണോ എന്ന് ഞാൻ ക്രോസ് ചെക്ക് ചെയ്തു. ആൻഡ് എന്ന് ചെന്ന് എത്തി നിൽക്കുന്ന സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഒന്നും പറയാനില്ല. കാലിംപോങ്. അപ്പോൾ കാലിംപോങ്ങിനെ പറ്റിയിട്ട് ഞാൻ കേൾക്കുന്ന എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ഡാർജിലിംഗ്, സിലിഗുരി എന്നാണ് എൻ്റെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടുവേർഡ്സ് ദ അപ് സൈഡ് ഓഫ് മൗണ്ടെയിൻസ്. അപ്പോൾ സിലിഗുരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഡാർജിലിംഗിൽ വന്നു. ഡാർജിലിംഗിൽ നിന്ന് പോകുന്ന വഴിക്കാണ് അവിടുത്തെ ലോക്കൽ പീപ്പിളൊക്കെ അടിപൊളിയാണ്. അവരായിട്ട് ഇങ്ങനെ ഇൻട്രാക്ഷൻ കാര്യങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ ഇപ്പോൾ ഈ സ്ഥലത്തിനെ പറ്റിയിട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരി ക്യൂരിയോസിറ്റി ആയി ഈ സ്ഥലം പോയിട്ട് കാണാനും അവിടുത്തെ കാര്യങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനും വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഫ്രം ഡാർജിലിംഗിൽ നിന്ന് ഞാൻ പോകുന്നത് സിക്കിമിലേക്കാണ്. സിക്കിം മാപ്പ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പോകുന്ന സിക്കിം പോണ വഴിക്കാണ് ഈ കാലിംപോങ് എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. അവിടെ ഒരു പിറ്റ് സ്റ്റോപ്പ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിംപോങ് കാര്യങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി. അങ്ങനെ പോകുന്ന വഴിക്ക് ഒത്തിരി പേര് ഈ സ്ഥലത്തിനെ പറ്റിയിട്ട് പറയാൻ തുടങ്ങി. അവിടുത്തെ ഫുട്ബോൾ ടൂർണമെൻ്റ് ഉണ്ട്, ഇൻഡിപെൻഡൻസ് ഡേക്ക് കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ലോക്കൽസിൻ്റെ കയ്യിൽ നിന്ന് ഒത്തിരി കേൾക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ക്യൂരിയോസിറ്റി പിന്നെയും പിന്നെയും കൂടി കൂടി വന്നു, എന്താണ് ഇവിടെയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സിറ്റി കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു സിറ്റി കാര്യങ്ങളാണ്. അവിടുത്തെ കുറച്ച് ആൾക്കാരും അവിടുത്തെ ഫുഡ് കൾച്ചറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കാലിംപോങ്ങിൻ്റെ സ്റ്റോറീസ് ആയിരിക്കും. ലെറ്റ്സ് സീ. From Kerala to all the way here, it's around 4 months. Yes. Just tell me the route. Where did you go? I want to listen to you. You have traveled So here. from Kerala, I went towards Tamil Nadu. From You crossed Karnataka. yeah, closer like towards the Chennai side. From Chennai towards Vizag. Vizag towards Odisha, Jharkhand, Jharkhand. and Nepal. You went to Nepal? Yeah, Where in Nepal? Kathmandu, Pokhara. My goodness. Okay. Then? And from Pokhara to Kathmandu again, and towards UP and Siliguri, Darjeeling, Gum, and now Kalimpong. Lamagatta, and now in Kalimpong. That is Lamata is on the other side. Yeah, That place. yeah, एक्लै अकेला yeah, alone. कोचिनबाट 4 महिना भइसक्यो निस्केको बाइकमा. ഈ കാണുന്നത് ഡർബിൻ മൊണസ്ട്രി കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ആർമി ബേസ് ക്യാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഫോട്ടോഗ്രാഫിയുടെ ഭയങ്കര അധികം പരിമിതികളുണ്ട്, ഫോട്ടോഗ്രാഫി കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ കാണുന്ന മൊണസ്ട്രി എല്ലാം ഫുൾ ഫോഗി ക്ലൈമറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ വ്യൂ നമുക്ക് കിട്ടില്ല. ഇപ്പം ഞാൻ തിരിച്ചു പോകുന്ന റോഡ് തന്നെ ഒരു ആർമി ക്യാമ്പിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന റോഡ് കാര്യങ്ങളൊക്കെയാണ് തിരിച്ച് മെയിൻ കാലിംപോങ് സിറ്റിയിലേക്ക് കാര്യങ്ങൾക്കെല്ലാം. പിന്നെ നിങ്ങൾ ഈ കാണുന്നത് ഫുൾ വാളാട്ടാണ്. അതായത് ആർമി ഏരിയയുടെ അവിടെ ഒരു ഫുൾ വാളിൽ കുറേ പടങ്ങൾ കാര്യങ്ങൾ ഇവരുടെ കൾച്ചർ നോർത്ത് ഈസ്റ്റിൻ്റെ കാര്യങ്ങൾ വാളിൽ വരച്ചേക്കണ കുറേ ആർട്ട് വർക്ക് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഞാൻ പോകുന്ന വഴിക്ക് കണ്ടതാണ്, അപ്പോൾ അവിടെ നിർത്തി നിങ്ങളെയും കൂടിയും കാണിക്കാൻ തോന്നി. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ കാര്യങ്ങളാണ്. ഞാനിപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർമി കാര്യങ്ങൾ ഏരിയ കൂടിയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഫോട്ടോഗ്രാഫി കാര്യങ്ങളെല്ലാം ലിമിറ്റേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല രീതിയിൽ
അപ്പോൾ അതുകൊണ്ട് അധികം ഫോട്ടോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ആൻഡ് ഈ പോണത് ഒരു ഫുൾ ഫോറസ്റ്റ് ഏരിയ കൂടിയാണ്. ഫോഗ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫോട്ടോസ് എടുക്കൽ കുറച്ച് ടാസ്ക്കാണ്. കാരണം ഒന്നും തന്നെ ക്ലിയർ ആയിട്ട് നമുക്കൊരു വിഷൻ കാര്യങ്ങൾ പ്രോപ്പർ ഒരു ക്ലിയർ വിഷൻ കാര്യങ്ങളൊന്നും കിട്ടാൻ ഉള്ള ഒരു പോസിബിലിറ്റി കാര്യങ്ങളൊന്നും നിലവിലില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഗോപ്രോ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്കൊരു ഡയറക്റ്റ് ഒരു സ്ട്രൈറ്റ് വ്യൂ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യമോ കാര്യങ്ങളൊന്നും ഇപ്പോൾ കറൻ്റ് ഇല്ല. പിന്നെ നിങ്ങൾ കാണുന്ന വീഡിയോസ് എല്ലാം ഞാൻ ഫോൺ യൂസ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ആ ഒരു വ്യൂ കാര്യങ്ങളെല്ലാം കിട്ടുന്നത് നിങ്ങൾക്ക്. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 6:30 ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടുന്ന് തിരിച്ച് എൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് പോവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡാർക്കായി. ഇത് കഴിഞ്ഞിട്ട് വേണം പോയിട്ട് വീഡിയോസ് കാര്യങ്ങളെല്ലാം പെൻഡിങ്ങിലുള്ളത് എഡിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഫുഡ് കാര്യങ്ങൾ കഴിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇൻട്രാക്ഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ ഹോസ്റ്റലിലുള്ള ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയ. സോ അപ്പോൾ ഞാൻ നേരെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോവാണ്. സി യു. ഇവിടെ ഒരു മലബാർ ഫിൽറ്റർ കോഫി ദോശ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പുണ്ട്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അത്ര ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് നമുക്ക് മസാല ദോശ കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് ഗുഡ് മോർണിംഗ് ഫ്രം കാലിംപോങ്. അടുത്തൊരു ദിവസമാണ്. മോർണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മഴ കാര്യങ്ങളാണ്. ഇതാണ് കാലിംപോങ് മെയിൻ സിറ്റിയുടെ മോർണിംഗ് വ്യൂ കാര്യങ്ങളെല്ലാം. ഇവിടെ വർക്കിന് കാര്യങ്ങളെല്ലാം പോകുന്നവരാണ് ഇരിക്കുന്നത്. ഇതിൽ ചാർജിങ് പോർട്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് എടുത്ത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമർജൻസി സിറ്റുവേഷനിൽ നമ്മുടെ പവർ ബാങ്ക് പിന്നെ ഫോൺ കാര്യങ്ങളെല്ലാം ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം ഇപ്പോൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തത്. ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഈ ഷോപ്പിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കാലിംപോങ്ങിലുള്ള. ഇതിന് ഏകദേശം 250 രൂപയാണ്. എമർജൻസി ഇതിനെ പറ്റിയൊരു ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമായിട്ട് കൂട്ടാം. പക്ഷേ ലോങ് ലാസ്റ്റിംഗ് അല്ല, എപ്പോഴും അടിച്ചു പോകാൻ പണി കിട്ടാം. ഇപ്പം ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചപ്പാത്തി കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ആൻഡ് ഇതാണ് കറി കാര്യങ്ങൾ, കടലക്കറി ആൻഡ് ഉരുളക്കിഴങ്ങ്. ഇതാണ് ചപ്പാത്തി, നല്ല ചൂട് ചപ്പാത്തിയിലേക്ക് ഇത് ക്ലോസ് ചെയ്തിട്ട് ഓരോ പീസ് എടുത്ത് കഴിക്കുക. ആൻഡ് ഇതാണ് ഷോപ്പ് കാര്യങ്ങൾ. ഈ ഒരു ചേച്ചി നടത്തുന്ന ഷോപ്പ് കാര്യങ്ങളാണ് കാലിംപോങ് സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്, നിയർ ബൈ പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് കാര്യങ്ങളെല്ലാം വരുന്നത്. ആൻഡ് ഇതിൻ്റെ ഇതെല്ലാം കൂടിയും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 50 രൂപയാണ്. എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല ടേസ്റ്റി കാര്യങ്ങളൊക്കെയാണ്. ലോക്കൽ സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇവിടെ. സോ ഇതിവിടെ കാലിംപോങ്ങിലുള്ള സയൻസ് സെൻറ്റർ എന്ന് പറഞ്ഞ ടൂറിസ്റ്റിക് സ്പോട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് എൻട്രി കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർ ഹെഡ് 40 പെർ ഹെഡാണ് വരുന്നത്. ഫോറിനേഴ്സിന് 100 രൂപ, സ്റ്റുഡൻസിന് 10 രൂപ കാര്യങ്ങളൊക്കെ അങ്ങനെ എന്തൊക്കെയോ ഇതുണ്ട്. ആൻഡ് നമ്മുടെ ബൈക്ക് കാര്യങ്ങളെല്ലാം പാർക്ക് ചെയ്യണമെങ്കിൽ 40 രൂപ, അതിന് എക്സ്ട്രാ കാര്യങ്ങളെല്ലാം വരും. ആൻഡ് ഇതിൻ്റെ മുകളിലേക്കാണ് പോകേണ്ടത് ആക്ച്വലി. ഞാനപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 2 മിനിറ്റ് മുകളിലേക്ക് പൊക്കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പൊക്കോളാൻ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മുകളിലെ വ്യൂ കാര്യങ്ങളെല്ലാം. ഇതിൻ്റെ മുകളിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, കറക്റ്റ് എനിക്കറിയില്ല. അതിൻ്റെ ടോപ്പ് വരെ നടന്നാണ് പോകേണ്ടത്. അവിടെ ഒരു പാർക്ക് കാര്യങ്ങളും ചേർത്തുണ്ട്. ആൻഡ് ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തൊക്കെയോ കുറേ കാര്യങ്ങളുണ്ട് ഇവിടുത്തെ. അത് കറക്റ്റായിട്ട് എനിക്കറിയില്ല, അതിൻ്റെ ഉള്ളിൽ പോയാലാണ് കാണാൻ പറ്റുള്ളൂ. ഇതാണ് ഇവിടുത്തെ കറൻറ്റ്ലിയുള്ള നിലവിലെ വ്യൂ കാര്യങ്ങളെല്ലാം. അതിലേക്ക് പോയിട്ട് ഡിലോ പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയും കൂടിയും പോയിട്ട് അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്തേക്കായിരിക്കും ഇന്നത്തെ ഡേ ഞാൻ പോകുന്നത്. ഇവിടെയും ടിക്കറ്റ് എടുക്കണം. ഇവിടെ എത്രയാ ഡിലോ പാർക്കിലേക്കുള്ള എൻട്രി കാര്യങ്ങൾക്ക് 20 രൂപയാണ് വരുന്നത്. ആൻഡ് സമയം 9 മണി തുടങ്ങിയിട്ട് 5 മണി വരെയാണ് ഇതിൻ്റെ ഉള്ളിൽ പാർക്കിൽ കാര്യങ്ങളെല്ലാം വിസിറ്റിംഗ് ആയിട്ടുള്ളത്. ഈ പാർക്കിൽ പോയിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ആൻഡ് ഇവിടെ നിന്ന് നേരെ ഇതാണ് വരുന്ന വഴി പാർക്കിലേക്കുള്ള. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് പാരാഗ്ലൈഡിങ്ങിനുള്ള കൗണ്ടർ കാര്യങ്ങളെല്ലാം. ഇവിടെ നിന്നാണ് അതിൻ്റെ ടൂറ് കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നവർ. ഇവരുടെ ബുക്കിംഗ് കൗണ്ടറാണ് പാരാഗ്ലൈഡിങ്ങിൻ്റെ മറ്റ് ഡീറ്റെയിൽ എല്ലാം ഇവിടെ നിന്നായിരിക്കും കിട്ടുന്നത്. നമ്മുടെ ഡിലോ പാർക്കിലേക്ക് പോണ വഴിക്ക് ഓൺ ദ വേയിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ബുക്കിംഗ് കൗണ്ടറാണ്. ഇവിടെ നിന്ന് നിരത്തി പിടിച്ച് 3-4 കൗണ്ടർ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മുകളിലേക്ക് പോകണം. അവിടെയാണ് ഇതിൻ്റെ ടേക്ക് ഓഫ് കാര്യങ്ങളെല്ലാം വരുന്നത്. ഇപ്പോൾ ആക്ച്വലി ഇവിടെ ഷട്ട് ഡൗൺ ആണ്. ഇവിടെ ഔട്ട് ഓഫ് സീസൺ ആണ്, ടൂറിസ്റ്റ് കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് വരുന്നില്ല, ലോ ക്രൗഡ്. അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാം ഷട്ട് ഡൗൺ ചെയ്തേക്കാണ്. ഇനി അടുത്തൊരു സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഗസ്റ്റ് ഒരു മിഡ് തുടങ്ങിയിട്ടായിരിക്കും ഇവിടെ സീസൺ ടൈം. അപ്പോഴായിരിക്കും ഇവർ തിരിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ഇനി അടുത്തൊരു സ്ഥലത്തേക്ക് പോവാണ്. അവിടെ എന്താണെന്ന് അറിയില്ല, ലെറ്റ്സ് പോയി നോക്കാം.
ഒരു സൈഡ് കാര്യങ്ങൾ എന്നൊക്കെ പറയാനായിട്ട് ഇപ്പോൾ റിവർ നല്ല രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാണ്. കഴിഞ്ഞ മഴയുടെയൊക്കെയാണെന്ന് തോന്നുന്നു, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നാശമായിട്ടാണ് കിടക്കുന്നത്. അവിടെ ഒരാൾ ഇത് ചൂണ്ടൊക്കെ ഇട്ട് മീൻ പിടിക്കാൻ പോകുന്നുണ്ട്, ഫിഷിങ് കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട് നല്ല രീതിയിൽ. അതിൻ്റെ ഇവിടെ ഒരു കഫേ കാര്യങ്ങളുണ്ട്, അത് ഷട്ട് ഡൗൺ ആണ്. ഇപ്പോൾ സീസൺ അല്ല, അതുകൊണ്ട് എല്ലാം തന്നെ ഇവിടെ ഷട്ട് ഡൗൺ ആണ്. ടൂറിസ്റ്റ് സ്പോട്ട് കാര്യങ്ങളൊന്നും മൊത്തത്തിൽ ഓപ്പൺ അല്ല, എല്ലാം ക്ലോസ്ഡ് ആണ്. ഇനിയൊരു ഓഗസ്റ്റ് മിഡ് സെപ്റ്റംബറിലൊക്കെയാണ് ബാക്കിയെല്ലാം ഓപ്പൺ ആവുള്ളൂ, തിരിച്ച് റീ ഓപ്പൺ ആവുള്ളൂ. ടൂറിസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. സ്ഥലത്തുള്ള സ്പോട്ട് കാര്യങ്ങളാണ് ഇത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിമ്മിങ് പൂള്, അഡ്വഞ്ചർ ആക്ടിവിറ്റി അങ്ങനെ പല കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പോൾ ഇത് ഷട്ട് ഡൗൺ ആണ്. ഇതൊന്നും ഓപ്പൺ ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല, അടുത്ത നെക്സ്റ്റ് സീസണിലായിരിക്കും ഇതൊക്കെ ഓപ്പൺ ആവാൻ സാധ്യതയുള്ളത്. നിങ്ങളാ കാണുന്നത് ഒരു തുരങ്കം കാര്യങ്ങൾ ടണൽ ഉണ്ടാക്കുന്നതാണ്. ഇത് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു ടണലാണ്. ഇപ്പോൾ ഈ കാണുന്നത് ടിസ്ത എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇപ്പോൾ എനിക്ക് പോകേണ്ടത് ഇതിൻ്റെ താഴേക്കൂടെയാണ്, ഇങ്ങനെ കറങ്ങി ചുറ്റി താഴേക്കൂടെ വേണം, ഇതിൽ വേണം പോകാനായിട്ട്. ഞാൻ പോകുന്ന റൂട്ട് കാര്യങ്ങളാണ്. ഈ ഒരു റിവറിൻ്റെ അത് അതർ സൈഡ് ഉണ്ട്, ബൈക്ക് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അതർ സൈഡ് ഞാൻ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. വൺ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ സീനാണ് അതർ സൈഡ്. കഴിഞ്ഞ മഴയിലാണെന്ന് തോന്നുന്നു ഈ റിവറിൻ്റെ ഒരു സൈഡിലുള്ള ഫുൾ വീടുകൾ കാര്യങ്ങളുള്ള ഒരവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. ബിൽഡിങ് കാര്യങ്ങളെല്ലാം വെള്ളത്തിലാണ്. ഈ ഒരു കംപ്ലീറ്റ് സൈഡിലുണ്ടായിരുന്ന എല്ലാം വെള്ളത്തിൽ പോയി. ഈ കാണുന്ന അവിടെ ആ അറ്റത്ത് കാണാൻ പറ്റും ഫോഗ് കാര്യങ്ങളെല്ലാം. ടിപ്പങ്ങിലേക്ക് വന്ന വഴിക്ക് ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു, ആ സ്പോട്ടിലേക്ക് ജസ്റ്റ് വെറുതെ ഇറങ്ങിയതാണ്. ഇവിടുത്തെ വൈബ് കാര്യങ്ങൾ ചിൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പോകുന്ന വഴിക്ക് മഴ കാര്യങ്ങളെല്ലാം കിട്ടി. ഇപ്പോൾ ഒരു 5 കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആയിട്ട് മഴയാണ്. ഇനി അതിൻ്റെ മുകളിൽ ടോപ്പിൽ ഷോപ്പ് ഓപ്പൺ അല്ലെങ്കിൽ നമ്മൾ പൊട്ടനായി പോവും. അതുകൊണ്ട് അറിയില്ല ഷോപ്പ് ഓപ്പൺ ആണോ കാര്യങ്ങളെന്നൊക്കെ. അവിടെ ഒരു അമ്പലം കാര്യങ്ങളുണ്ട്, ഫുൾ ഫോഗാണ്. ഇനി ഒരു 6 മണി കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ ഫുൾ ഫോഗായിരിക്കും. Bagpipers drum or school band. August? 15 August. 15th August is Independence Day. Is Indian celebration. Yeah, Christian Gallery. Kalimpong is so beautiful in 15 August. You see? You see more than 100 people. Bike is more beautiful than this place. I really like it. Seriously? Yes, for real. I like that. You know that this and this, that's magic. Yeah. Hey. Gang sign, you see?
ഇപ്പോൾ ഞാൻ കുറച്ച് സിക്കിം എന്നുള്ള റൈഡേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ഒരു ചോദ്യം ചോദിക്കാനിടയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൈക്ക് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. സിക്കിമിലേക്ക് മോഡിഫൈ ചെയ്ത ബൈക്ക് എടുത്തിട്ട് വേണ്ടതിന് വല്ല ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്കിമിലേക്ക് ബൈക്ക് ഓടിക്കാം. ഫോഗ് ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ ബ്ലിങ്കിങ് ലൈറ്റ്, ഫോഗ് ലൈറ്റ് കാര്യങ്ങളെല്ലാം ബ്ലിങ്ക് ചെയ്യും. സോ അത് ഒരു അനാവശ്യമായിട്ടുള്ള ഒരു പർപ്പസാണ്. അതില്ലാണ്ട് നോർമലായിട്ടുള്ള ഒരു രീതിയിൽ കൂടെ നമുക്ക് ഫോഗ് ലൈറ്റ് യൂസ് ചെയ്തിട്ട് ഓടിക്കാം. ഇത് കുറച്ച് നാൾ മുമ്പ് ബാൻ ചെയ്തതാണ് സിക്കിമിൽ ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലിങ്ക് ചെയ്യുക, അനാവശ്യമായിട്ട് ലൈറ്റ് യൂസ് ചെയ്യുക, ബ്ലിങ്ക് ചെയ്യുക, ഇതൊക്കെ കാരണം കൊണ്ടാണ് ബാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പോൾ ഇവിടുത്തെ ബൈക്കിംഗ് കമ്മ്യൂണിറ്റി, സിക്കിമിലെ ബൈക്കിംഗ് കമ്മ്യൂണിറ്റി അവിടുത്തെ ചീഫ് മിനിസ്റ്റർ കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ചു ആൻഡ് അവരുടെ പ്രശ്നം കാര്യങ്ങൾ അവതരിച്ചു. ആ ടെറൈനിൽ ഫോഗ് ലൈറ്റിലാണ്ട് ഓടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പറഞ്ഞ് മനസ്സിലാക്കിയ കാരണം, അവിടുത്തെ ചീഫ് മിനിസ്റ്റർ മനസ്സിലാക്കിയ കാരണമാണ് അവർക്ക് തിരിച്ച് ഫോഗ് ലൈറ്റ് യൂസ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളെല്ലാം തിരിച്ച് അനുവദിച്ച് കൊടുത്തത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഗ് ലൈറ്റ് യൂസ് ചെയ്യാം. എൻ്റെ ബൈക്കിൽ ഞാൻ ഫോഗ് ലൈറ്റ് യൂസ് ചെയ്യുന്നില്ല, കാരണം ഞാൻ നൈറ്റ് ഓടിക്കുന്നില്ല. അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ടഫ് ടെറൈനിൽ മാത്രമാണ് നമുക്ക് ഫോഗ് ലൈറ്റിൻ്റെ കാര്യങ്ങൾ വരുന്നുള്ളൂ. ബ്ലിങ്കിങ് ഞാൻ പണ്ട് ചെയ്യുമായിരുന്നു ഒത്തിരി. ഇപ്പോൾ ഞാൻ ആ പരിപാടി കാര്യങ്ങളൊക്കെ നിർത്തി. അതിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലായ കാരണം ഇപ്പോൾ ആ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സിക്കിമിലെ കാര്യങ്ങൾ. അതായത് ബൈക്ക് എടുത്തിട്ട് പോവാം. പിന്നെ ഷൂസ് കാര്യങ്ങളെല്ലാം സിക്കിമിൽ ഓടിക്കുമ്പോൾ നിർബന്ധമാണ്. ഷൂസ്, ഹെൽമെറ്റ്, ഗിയേഴ്സ് കാര്യങ്ങളെല്ലാം. അതില്ലെങ്കിൽ അവർ ഫൈൻ അടിക്കും. അതിൻ്റെ കാര്യമൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. സിക്കിം പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞുതരാം. കാര്യങ്ങളെല്ലാം കുടിച്ചു. ഇനി ഇവിടുന്ന് തിരിച്ച് ബാക്ക് ടു ദ ഹോസ്റ്റലിലേക്ക് ഞാൻ പോവാണ്. പോണ വഴിക്ക് എപ്പോഴും എനിക്ക് മാജിക്കലായിട്ട് കിട്ടാറുള്ള കാഴ്ചയാണ്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. ഇത്തവണ കിട്ടുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിക്കിമിൽ നിന്നുള്ള റൈഡേഴ്സ് സിക്കിം ടു ഡാർജിലിംഗ് ഒരു സൺഡേ വീക്കെൻഡ് റൈഡ് കാര്യങ്ങളെല്ലാം പോയി അവർ ഡാർജിലിംഗ് പോയി വിസിറ്റ് ചെയ്ത് അവിടെ നിന്ന് തിരിച്ച് ബാക്ക് ടു ഗാങ്ടോക്ക് പോവാണ്. സോ അപ്പോൾ അവരുടെ മൊത്തം ക്രൂവിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അവർ പോണ ലൈനപ്പ്, ഇത് പോണ കാര്യങ്ങളൊക്കെ ഒന്നും പറയാനില്ല. അത്ര മാജിക്കൽ പ്യൂവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കണ്ടു നോക്കുക എങ്ങനെയുണ്ടെന്ന്. മോർണിംഗ് ഫ്രം അനദർ ഡേ ഓഫ് കാലിംപോങ്. അപ്പോൾ കാലത്ത് തന്നെ ഒരു പണി കാര്യങ്ങളെല്ലാം കിട്ടി. നമ്മുടെ ബൈക്കിൻ്റെ ബാക്കിൽ ആൻറ്റിന ഉണ്ടായിരുന്നു, അത് ആരോ നൈറ്റ് ഓടിച്ച് കാര്യങ്ങളെല്ലാം കളഞ്ഞു. അപ്പോൾ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കാലിംപോങ്ങിലുള്ള ഗാരേജിലും വെൽഡിംഗ് വർക്ക്ഷോപ്പിലൊക്കെ കയറി ഇറങ്ങുന്ന സീൻസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പറയണത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈക്ക് ഓടിച്ച് ചുറ്റി ഇറങ്ങാൻ ഭയങ്കര എളുപ്പമാണ്. അത് എളുപ്പ കാര്യങ്ങളൊന്നുമല്ല, ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മളിങ്ങനെ ട്രാവൽ ബൈക്കിലൊക്കെ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ പല സ്റ്റേറ്റുകളും താണ്ടി ഇങ്ങനെ പോകുമ്പോൾ. ഇപ്പോൾ എൻ്റെ ബൈക്കിൻ്റെ ആൻറ്റിന ഉണ്ടായിരുന്നു, ഞാൻ പുറത്ത് പാർക്കിങ്ങിൽ വെച്ച് ആരോ ഒന്ന് ഒടിച്ചു കളഞ്ഞു. കാലത്ത് നോക്കുമ്പോൾ ഒടിഞ്ഞ ആൻറ്റിനെയാണ് കാണുന്നത്. ഇന്നലെ നൈറ്റ് ആരോ വന്നിട്ട് കള്ളു കുടിച്ചിട്ട് വണ്ടിയുടെ ഫ്രണ്ട് ടയറിലേക്ക് കയറി ഇടിച്ചു. അപ്പോൾ ഇതുപോലത്തെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ടിട്ടാണ് നമ്മൾ യാത്ര ചെയ്യണം. അപ്പോൾ വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ വന്നേക്കാണ് അത് തിരിച്ച് റീസെറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്.